ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ വരുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പോകുന്ന ആ വിഷയം ഒരു വിശ്വാസിയുടെ പ്രത്യാശ, ദ ഹോപ്പ് ഓഫ് എ ബിലീവർ. നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. കാരണം ഞാൻ തന്നെ അറിയുന്നില്ല ഏത് രീതിയിലാണ് സർവശക്തൻ നമ്മളോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത്. സാധാരണയായി ഈ ലോകത്തിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് അറിയുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അറിയുവാൻ സാധാരണയായി എല്ലാവർക്കും ആ വിഷയം എടുക്കുമ്പോൾ ഒത്തിരി പേര് ഇൻട്രസ്റ്റഡാണ്. പക്ഷേ നമ്മുടെ ദൈനിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിഷയം എടുത്താൽ കൂടുതൽ ആൾക്കാർക്ക് അതുമായി അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വിഷയം നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ വരവടുത്തു, അതിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ നമ്മൾ ആ വിഷയം എടുക്കാൻ ഒത്തിരി പേർ കേൾക്കാൻ വരും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് അറിവ് കിട്ടണം. പക്ഷേ ഈ അറിവ് കൊണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിന് വല്ല പ്രയോജനമുണ്ടോ? ഇന്നത്തെ കാലം നമ്മൾ നോക്കിയാൽ നോളജ്, ഈ അറിവ് എത്ര എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് ഇൻ്റർനെറ്റ് മുഖാന്തരം എത്ര കാര്യങ്ങൾ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. ഉദാഹരണമായി ഫേസ്ബുക്കിൽ പോയാൽ എത്ര കാര്യങ്ങൾ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇരുന്നങ്ങ് കാണുക, വായിക്കുക, കേൾക്കുക, ഒത്തിരി അറിവ് കിട്ടുന്നുണ്ട്. പക്ഷേ ആത്മീയമായിട്ട് വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പോകുന്ന ഈ വിഷയത്തിൻ്റെ പ്രധാനമായ വാക്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിലെടുത്ത ആ വാക്യം തന്നെയാണ്. എഫേസ്യർ 1:18. എഫേഷ്യൻസ് ചാപ്റ്റർ 1:18. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, പിന്നെ മലയാളത്തിൽ ആരെങ്കിലും വായിച്ച് ഒന്ന് സഹായിക്കണം. The eyes of your understanding be enlightened, that ye may know what is the hope of his calling, and what the riches of the glory of his inheritance in the saints. മലയാളത്തിൽ ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാം. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചത് നമ്മുടെ കണ്ണിനെ ദൈവം പ്രകാശിപ്പിക്കുവാൻ. പക്ഷെ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, നമ്മുടെ വിളിക്കായുള്ള. അതിൻ്റെ വാക്ക് മലയാളത്തിൽ എക്സാക്ട്ലി ഒന്ന് പറഞ്ഞിട്ട്, വിളിയാൽ ഉള്ള ആശ. ഞാൻ ഒരു ദൈവ പൈതല. ഞാനും ഈ ലോകത്തിലെ ഒരു സാധാരണക്കാരനുമായി ഉള്ള വ്യത്യാസം എന്താ? നമ്മൾ രണ്ടുപേരും ഒരുപോലല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഞാനും എൻ്റെ അയൽവക്കക്കാരൻ, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞവനാ. അത് കർത്താവിൻ്റെ കൃപയാ. ദൈവം ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതെൻ്റെ പ്രവൃത്തികൾ കാരണമല്ല, എൻ്റെ ജ്ഞാനം കൊണ്ടല്ല. ദൈവം കൃപയുള്ളവനായതുകൊണ്ട് ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മളിൽ ചിലർ ആദ്യമായിട്ട് വിശ്വാസി വന്നവരുമുണ്ട്. ചിലരുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഈ സത്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞങ്ങളുടെ എത്ര തലമുറകളായി അപ്പച്ചന്മാരുടെ, എൻ്റെ പിതാവിൻ്റെ വല്യമ്മച്ചിയ ആദ്യമേ ഈ സത്യത്തിലേക്ക് വന്നത്. സോ തലമുറയായി ഈ സത്യം അറിഞ്ഞ ഒരു വ്യക്തി ഞാൻ. അതുപോലെ തന്നെ നമ്മളിൽ ഒത്തിരി പേർ കാണും. നമുക്ക് കിട്ടിയ ആ ധന്യമായ ഹെറിറ്റേജ്, നമ്മളിൽ ചിലർ ആദ്യത്തെ ജനറേഷൻ നമ്മൾ ഈ സത്യത്തിലേക്ക് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വിളിയാൽ ഉള്ള ആശ.
ഒന്ന് നമ്മൾ ഇന്ന് രാവിലെ സമയം ധ്യാനിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ലോക മനുഷ്യർക്ക് അവർക്ക് ആശയമുണ്ട്, പക്ഷെ ഒരു ദൈവ പൈതലിന് പ്രത്യാശയുണ്ട്. രണ്ടും ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു വേർഡാ ഹോപ്പ്, പക്ഷെ മലയാളത്തില് രണ്ട് വാക്കാ. ആശയും പ്രത്യാശയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സാധാരണ മനുഷ്യൻ ജസ്റ്റ് ആശിക്കുന്നതേ ഉള്ളൂ, അവർക്കൊരു ഉറപ്പ് ഇല്ല, അവർക്കൊരു പ്രാഗൽഭ്യം ഇല്ല. ഈ ആശയുടെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു ആശ, ഒരു ഉറപ്പില്ല, അവർക്ക് പ്രാഗൽഭ്യമില്ല, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഒരു എക്സാം എഴുതി, എക്സാമ്പിൾ MBBSന്റെ. എനിക്ക് ആശയമുണ്ട്, നല്ല മാർക്ക് കിട്ടും, പക്ഷെ ഉറപ്പില്ല. ആശയമുണ്ട്, ഞാൻ ആശിക്കുന്നുണ്ട്. ഇന്ന് ഒത്തിരി വിശ്വാസികൾക്കും അങ്ങനത്തെ ആശയ, അവർക്ക് പ്രത്യാശ ഇല്ല. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ദൈവം കൃപയാൽ നമ്മുടെ കണ്ണ് തുറന്നു. എൻ്റെ കണ്ണ് തുറന്നപ്പം എൻ്റെ നോട്ടം, ഞാൻ കാണുന്നത് ജസ്റ്റ് ഈ ലോകം കാണുന്ന രീതിയിൽ അല്ല. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടതാ. നമ്മൾ ഇന്ന് രാവിലെ സമയം വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ നോട്ടം, ഞാൻ എങ്ങനാ എൻ്റെ ജീവിതത്തെ വീക്ഷിക്കുന്നത്? പണ്ട് ഞാൻ എൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി നടന്ന ഒരു വ്യക്തി, അന്നേരം ഞാൻ ജീവിതത്തെ എങ്ങനെയാ വീക്ഷിച്ചത്? എൻ്റെ ആഗ്രഹങ്ങൾ എന്തുവായിരുന്നു? എൻ്റെ ആംബിഷൻസ് എന്തുവായിരുന്നു? ഇന്ന് ഒത്തിരി വിശ്വാസി അപ്പനും അമ്മമാര്, അവർ മക്കളെ കുറിച്ച് എന്തുവാ അവരുടെ കാഴ്ചപ്പാട്? എൻ്റെ മക്കൾ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളെ കുറിച്ച് ഞാൻ എന്തുവാ കാണുന്നത്? ഭാവിയെക്കുറിച്ച് ഞാൻ എന്താ ഇത്ര ഭാരപ്പെടുന്നത്? ഇന്ന് ഒത്തിരി വിശ്വാസികളെ നമുക്ക് കാണാം, യൂഷ്വലി പ്രെയർ ലൈനിലും ബാക്കി പ്രാർത്ഥന വെള്ളിയാഴ്ച കൂട്ടത്തിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വിഷയം അത് കേൾക്കുമ്പോൾ തന്നെ അകത്തൊരു പ്രയാസമുണ്ട്. കർത്താവേ, ആത്മീയമായിട്ട് ഇപ്പോഴും കുരുടരാണോ? കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ കണ്ണ് തുറക്കേണ്ടത് സർവശക്തനായ ദൈവമാ. കണ്ണ് തുറക്കേണ്ടത് സർവശക്തനായ ദൈവമാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഫിലിപ്പീൻസ് കുറെ എല്ലാ വർഷം പോകുന്ന, ഇപ്പൊ കഴിഞ്ഞ 2-3-4-5 കോവിഡ് കഴിഞ്ഞിട്ട് പോകാൻ ഒത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വർഷം കഴിഞ്ഞ ഒരു 30 വർഷമായി ഫിലിപ്പീൻസിൽ പോയി ശുശ്രൂഷിക്കാൻ കർത്താവ് കൃപ തന്നു. കുറെ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ അവിടെ ഫിലിപ്പീൻസിൽ മനിലയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് പോയി. ഞങ്ങൾ ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം നമ്മുടെ അവിടെ ആരാധനയ്ക്ക് വരുന്ന ഒരു സിസ്റ്റർ, അവർ താമസിക്കുന്ന ആ പാവപ്പെട്ട ഏരിയയിൽ തീ പിടിച്ചു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒത്തിരി ഫയർ ബ്രിഗേഡ്സിന്റെ ട്രക്കൊക്കെ പോകുന്നത് ഞങ്ങൾ കണ്ടു. അതിന്റെ ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ മനസ്സിലായ നമ്മുടെ ആ സഹോദരി താമസിക്കുന്ന ആ ഏരിയ തീ പിടിച്ച് ഒരു 200 വീടുകൾ കത്തി. ഞങ്ങൾക്കകത്ത് പ്രയാസമുണ്ട്. നമ്മുടെ സിസ്റ്ററും കുടുംബം താമസിക്കുന്ന ആ ഭവനം മുഴുവൻ ചാരമായി. ആ സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസിയാ, നമ്മൾ ചിന്തിക്കുന്ന പുള്ളിക്കാരത്തി ദുഃഖിച്ച് ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും. പക്ഷേ ആ സഹോദരിയെ കണ്ട് സംസാരിച്ചപ്പം പുള്ളിക്കാരത്തിക്കുള്ള ആ പ്രത്യാശ, പാസ്റ്ററെ ഭാരപ്പെടണ്ട, ഞങ്ങളോട് പറയുക, പാസ്റ്ററെ ഭാരപ്പെടണ്ട, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ചിന്തിച്ചേ, ഞങ്ങൾ സഹോദരിയോടല്ല പറയുന്നേ, ആ സഹോദരി നമ്മളെ ആശ്വസിപ്പിക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ ഇവിടെ ഒരു ബ്രാഹ്മണനായ ഒരു ചെറുപ്പക്കാരൻ
വിശ്വാസത്തിൽ വന്നു. അവൻ ജനനം തൊട്ട് അവൻ കുരുടൻ, അവന് കണ്ണ് കാണാൻ വയ്യ. അവൻ ജനിച്ചപ്പം തൊട്ട് അങ്ങനെ. അവൻ ഈ സത്യം അറിഞ്ഞ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വന്നവനാ. അവനോട് വചനം ക്രമേണ പറയാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപ, അവൻ്റെ ആത്മീയ കണ്ണ് ദൈവം തുറന്നു. ഭോപ്പാലിലെ ബ്ലൈൻഡ് ആൾക്കാരുടെ ലീഡറായിരുന്നു അവൻ. അവൻ ഇവിടുത്തെ ഒരു കൺവെൻഷനിൽ പോയപ്പം അവിടെ ഒരു പാസ്റ്റർ അദ്ദേഹത്തെ കണ്ട് അകത്തൊരു ഭാരം വന്നു. പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം നിന്റെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടി. അന്നേരം ഈ രവീന്ദർ പറഞ്ഞ ഈ ബ്രാഹ്മണൻ സഹോദരൻ ആ പാസ്റ്ററോട് പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ ഞാൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. എന്താ, എൻ്റെ ബാഹ്യമായ കണ്ണ് അടഞ്ഞിരിക്കുകയാണെങ്കിലും കർത്താവിൻ്റെ കൃപ അകത്തെ കണ്ണ് ദൈവം തുറന്നു. എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്ന കർത്താവിനെ കാണാനാണ്. ഇന്ന് എൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ ഈ ഭൂമിയിലുള്ള കാലം മറ്റവരോട് സാക്ഷ്യം പറഞ്ഞ് നടക്കത്തേ ഉള്ളൂ. ആ പഴയ ഫോട്ടോ എൻ്റെ കയ്യിൽ കാണും. ഞാൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം പാസ്റ്ററുടെ ആത്മീയ കണ്ണൊന്ന് തുറക്കാൻ. ഞാൻ ഈ പറഞ്ഞ വിഷയം, ഒരു വ്യക്തിയുടെ ആത്മീയ കണ്ണുകൾ തുറന്നാൽ ഈ ക്രിസ്തീയ ജീവിതം പിന്നെ ഒരു വേറെ അനുഭവമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ, നമ്മൾ ഈ റോഡിൽ വണ്ടി ഓടിക്കുന്നതും പ്ലെയിനെ പറക്കുന്നതും രണ്ടും രണ്ട് അനുഭവങ്ങളാണ്. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അടുത്ത സ്ട്രീറ്റോ അടുത്ത പട്ടണം മുഴുവൻ കാണാൻ കഴിയുന്നില്ല. പക്ഷെ പ്ലെയിനിൽ പറക്കുന്ന ഒരു വ്യക്തിക്ക് ഒറ്റ നോട്ടത്തിൽ പട്ടണം മുഴുവനും കാണാം. അതുപോലെ ഒരു ദൈവ പൈതൽ, ദൈവം കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു ആഗ്രഹ ചിന്തയല്ല, നോട്ടത്തിന് തന്നെ ഒരു വലിയ വ്യത്യാസം. നമ്മൾ ഈ ഭൂമി ജീവിക്കുന്ന ആൾക്കാർക്ക് ആശയമുണ്ട്, ഒരു ദൈവ പൈതലിന് പ്രത്യാശയുള്ളവനാ. ഒരു വാക്യം നമുക്ക് വായിക്കാം, റോമർ 8:25. റോമൻസ് 8:25. But if we hope for that we see not, then do we with patience wait for it? മലയാളത്തിലൊന്ന് വായിക്കാം. റോമർ 8:25. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇംഗ്ലീഷിലൊന്നൂടെ, for if we hope for that we see not, then do we with patience wait for it? മലയാളത്തിലൊന്നൂടെ വായിച്ചേ. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലാന്ന് എനിക്ക് ക്വസ്റ്റ്യൻ മാർക്കാ. ഡു യു വെയിറ്റ് ഫോർ ഇറ്റ്? എനിക്കുള്ള പ്രത്യാശ എന്താ? ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ MBBS വേണ്ടി എക്സാം എഴുതി. ഞാൻ പാസ്സാവുമെന്ന് ആശയമുണ്ട്, ഉറപ്പില്ല. എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ആശിക്കുക ഞാൻ പാസ്സാവും. അതുപോലെ ആണോ എൻ്റെ ക്രിസ്തീയ ജീവിതം? ഉയർത്തെഴുന്നേക്കുമെന്ന് ജസ്റ്റ് ഒരു ആശയാണോ? നിത്യത ഉണ്ടെന്ന് ഇതൊരു ആശയാണോ? ഞാൻ പിന്നെയും പറയുന്നത്, മലയാളത്തിൽ 2 വാക്കുണ്ട്. ആശ പറഞ്ഞാൽ ഒരു വേഗമായിട്ടുള്ള ഒരു ഹോപ്പ്. ഈ ലോക മനുഷ്യർക്ക് അവർ ഈ ആശ വെച്ചുകൊണ്ട് അവർ നടക്കുന്നത്. ഞാൻ ഉയർത്തെഴുന്നേക്കും, എനിക്കൊരു നിത്യതയുണ്ട്, എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുപോകാൻ വേഗം വരുന്നു എന്ന് ജസ്റ്റ് ഒരു സാധാരണ ആശയാണോ, അതോ ഒരു ഉറപ്പുണ്ടോ? പ്രത്യാശയിൽ ആ ഉറപ്പുണ്ട്. രോഗം വന്നോട്ടെ, മരണം വന്നോട്ടെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നോട്ടെ, പ്രത്യാശയുള്ള ഒരു ദൈവഭക്തനെ തടയുവാൻ കഴിയുമോ? നമ്മൾ ഇന്ന് നിൽക്കുന്നത്
രക്തസാക്ഷികളുടെ രക്തത്തിന്റെ പുറത്തല്ലയോ നമ്മുടെ പോലത്തെ സാധാരണ വിശ്വാസികൾ. ചിലർക്ക് ഇത്ര വചനം പോലും അറിയത്തില്ല. അവർ ഈ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി എങ്ങനെ അവരുടെ ജീവിതത്തെ അർപ്പിച്ചു? എങ്ങനെ? എനിക്കാണെങ്കിൽ ഒരു ചെറിയ അസുഖം വരുമ്പോഴേ ഞാൻ ഭാരപ്പെടുക. ചെറിയൊരു വിഷയം വരുമ്പോഴേ എൻ്റെ ഉറക്കം അങ്ങ് പോയിന്നേ. സാഹചര്യം മാറുമ്പോൾ ഞാൻ ആൾക്കാരോട് പറയാം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വ്യാകുലപ്പെടുക. പക്ഷെ അതേ സമയത്ത് എൻ്റെ പോലത്തെ ഒരു വിശ്വാസി രക്തസാക്ഷിയായി മരിക്കുമ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. നിർബന്ധിച്ച് കൊന്നതല്ലല്ലോ. രക്തസാക്ഷിയായി മരിക്കണമെങ്കിൽ പറയുമ്പോൾ അവർക്ക് ഓപ്ഷൻ ഉണ്ട്. അവർക്ക് അതിൽ നിന്ന് പിന്മാറാം. ജസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി. അതിൽ നിന്ന് അവർക്ക് പിന്മാറാമല്ലോ. പക്ഷെ അവർ ആ അന്ത്യശ്വാസം എടുക്കുമ്പോൾ, പോളികാർപ്പിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അങ്ങനത്തെ എത്ര ഭക്തന്മാർ വേദപുസ്തകത്തിൽ സ്തേഫാനോസിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. ആ ഒടുവിലത്തെ നിമിഷങ്ങളിൽ അവർ എങ്ങനെ ധൈര്യത്തോട് അവർ ആ സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നേ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിടുതൽ കിട്ടാൻ, സാഹചര്യം മാറാൻ. അതുപോലെയാണോ എൻ്റെ ആഗ്രഹം? ഈ പ്രയാസത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കണം. അതോ ഏത് പ്രശ്നം വന്നോട്ടെ, എൻ്റെ കൂടെ സർവശക്തനുണ്ട് ഉണ്ടെന്നേ. അതൊരു തോന്നലല്ല, അതൊരു ചിന്തയല്ല, അതൊരു ആഗ്രഹമല്ല, ഇതൊരു യാഥാർത്ഥ്യമാ. എൻ്റെ കൂടെ ഒരുവനുണ്ട്. ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടേഴ്സിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്. എൻ്റെ ആശ്രയം എൻ്റെ സൃഷ്ടിതാവില. അവൻ എന്നെ കാക്കും, അവൻ എന്നെ കരം പിടിച്ച് നടത്തും. ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കർത്താവ് വരാറായി. ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങൾ കൂടുതൽ കേൾക്കാറില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് അങ്ങനത്തെ സന്ദേശം നമ്മൾ കേൾക്കാറില്ല. കാരണം ഇന്ന് ആത്മീയ ഗോളത്തിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയുള്ളവരല്ല. നമുക്ക് എങ്ങനെങ്കിലും, സാധാരണ ഞാൻ ജനറലി സ്പീക്കിംഗ്, നമുക്ക് എങ്ങനെയെങ്കിലും കർത്താവ് കഷ്ടത മാറ്റണം, എങ്ങനെയെങ്കിലും സുഖത്തോടെ നീണ്ട ആയുസ്സും ദൈവം നമുക്ക് തരണം. ചിലരുടെ ആഗ്രഹ പ്രാർത്ഥനയാ കർത്താവ് നീണ്ട ആയുസ് തരാൻ. ഞാൻ നീണ്ട ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചോദ്യം, എത്ര ആയുസ് വേണം? എത്ര? ദൈവം ഒരു കടലാസ് നമുക്ക് തന്നിട്ട് പറയുക, മകനെ, മകളെ, നിനക്ക് എത്ര ആയുസ് ഈ ഭൂമിയിൽ ഇനിയും വേണമെന്ന് കർത്താവ് നമ്മളോടൊന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ആയുസ്സായിരിക്കും ആഗ്രഹിക്കുന്നത്? പെട്ടെന്ന് പോകണമെന്ന് ആരെങ്കിലും എഴുതുമോ? കർത്താവേ, എനിക്ക് പെട്ടെന്ന് പോയാൽ മതി. സാധാരണ ഇന്ന് നീണ്ട ആയുസ്. മക്കൾ പറയുന്നത്, എന്നാ ഈ അദ്ദേഹം പോകുന്നേ, അമ്മ എന്നായിരിക്കും പോകുന്നത്? ഞങ്ങൾക്ക് ഇനി ഇത്രേ സമയമില്ല ഇവരെ നോക്കാൻ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ നീണ്ട ആയുസ. പ്രത്യാശയുള്ളവനാണോ? ഞാൻ ജീവിതത്തെ എങ്ങനെ വീക്ഷിക്കുന്നത്? സോ ഇവിടെ നമ്മൾ അടുത്തത് എഫേസ്യർ 4:4 നമുക്ക് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4. എഫേസ്യർ 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുന്നു 4ാമത്തെ വാക്യം. There is one body and one spirit,
ഈവൻ ആസ് യു ആർ കോൾഡ് ഇൻ വൺ ഹോപ്പ് ഓഫ് യുവർ കോളിംഗ്. മലയാളത്തിൽ ആ വാക്ക് ശരീരം ഒന്ന്, ആഹാ ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, ആഹാ വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. അല്ല, അതിന്റെ മേളിലുണ്ടല്ലോ, കോൾഡ് ഇൻ വൺ ഹോപ്പ് ഓഫ് യുവർ കോളിംഗ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ഏക പ്രത്യാശയ്ക്ക്. സോ ഞാൻ ഒരു വിശ്വാസി, ദൈവ പൈതലായിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പ്രത്യാശയുള്ളവനാണോ? ഈ വചനം, ഞാൻ ദൈവവചനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എത്ര നാളായി. നമ്മുടെ പിതാക്കന്മാർ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ അവർ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചത് ഈ വിലപ്പെട്ട വിശ്വാസമില്ലയോ? ഈ വിശ്വാസത്തിൽ വലിയ പ്രത്യാശയുണ്ടല്ലോ. ഇന്ന് വാക്കുകൾക്ക് അർത്ഥം മാറിയിട്ടുണ്ട്. ഇന്ന് വിശ്വാസം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളകത്ത് കിടക്കുന്നത്, അതിനാണ് നമ്മൾ വിശ്വാസം പറയുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ദൈവം ജോലി തരും, എനിക്ക് വിശ്വാസമുണ്ട് ദൈവം സൗഖ്യം തരും. നമ്മൾ അതിന് വിശ്വാസം വാക്കാ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് വിശ്വാസമാണോ, അതോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണോ വിശ്വാസം? വാക്കിന്റെ അർത്ഥം മാറിയ കാലമാ. ഒരു സമയം ഐ എം ഹാപ്പി ആൻഡ് ഗേ പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ ഇന്ന് ആ വാക്കിന്റെ അർത്ഥം മാറിയിട്ടുണ്ട്. ഐ എം ഹാപ്പി ആൻഡ് ഗേ പറഞ്ഞാൽ ആൾക്കാരുടെ നമ്മളെ നോക്കുന്ന രീതി തന്നെ മാറും. സോ ഞാൻ ഈ വിശ്വാസം പറയുന്നത്, അത് വചനത്തിൽ വിയോഗിച്ചേക്കുന്ന ആ വാക്ക്, ആ അർത്ഥം വെച്ചുകൊണ്ട് വിയോഗിച്ചേക്കുന്ന ആ വാക്ക് തന്നെയാണോ, അതോ എൻ്റെ ആഗ്രഹത്തിനെയാണോ ഞാൻ വിശ്വാസം പറയുന്നത്? വചന അടിസ്ഥാനത്തിൽ വിശ്വാസം പറഞ്ഞാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ആ ഉറപ്പുണ്ട്. അതാ വിശ്വാസം. എനിക്ക് ജോലി കിട്ടുന്നു, സൗഖ്യം കിട്ടുന്നു, എൻ്റെ മക്കളെ ദൈവം ഉയർന്ന സ്ഥാനങ്ങളെത്തും, അത് വിശ്വാസമല്ല, അത് ആഗ്രഹങ്ങളാ. വിശ്വാസം പറഞ്ഞാൽ എനിക്ക് ആ പ്രാഗൽഭ്യമുണ്ട്, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്, ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ. എനിക്ക് ഭാരപ്പെടണ്ട, ഞാൻ അവനെ അറിയുന്നു, അവന്റെ സ്വഭാവം എനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ആ സ്ഥിരതയുണ്ട്. സെയിം അതുപോലെ തന്നെ എൻ്റെ പ്രത്യാശയുള്ളവന്റെ ആഗ്രഹം, പ്രത്യാശയുള്ളവന്റെ ആ വീക്ഷിക്കുന്ന രീതി. രോഗം വന്നോട്ടെ, ഏത് പ്രതിസന്ധി വന്നോട്ടെ, എങ്ങനെയാ അതിനെ ഫേസ് ചെയ്യുന്നത്? നമുക്ക് 1 Thessalonians chapter 5 verse 8, 1 തെസ്സലോനിയർ 5:8 വാക്യം ഒന്ന് വായിക്കാം. നാമോ പകരമുള്ളവരാക്കിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. രക്ഷയുടെ ഇംഗ്ലീഷിലാണെങ്കിൽ, ബട്ട് ലെറ്റ് us who are of the day be sober, putting on the breastplate of faith and love, and for an helmet the hope of salvation. ഒന്നുകൂടെ വായിച്ചാട്ടെ. നാമം പകലിലുള്ളവരാക്കിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. രക്ഷയുടെ പ്രത്യാശയുടെ ശിരസ്. ജസ്റ്റ് ആ ഒരു വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. രക്ഷയുടെ പ്രത്യാശയുടെ ആ ശിരസ്, ദി ഹെൽമെറ്റ്, ഫോർ എൻ ഹെൽമെറ്റ് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ തലയിൽ ആ ഹെൽമെറ്റ്, ആ ശിരസ്, രക്ഷയുടെ ആ പ്രത്യാശ. ഇതിന് ഒരു ഉദാഹരണം, സാധാരണ നമ്മൾ രക്ഷയുടെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പാസ്റ്റിൽ, എൻ്റെ ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവമാണ്. എനിക്ക് ദൈവം രക്ഷ തന്നു, നമ്മൾ അത്രയും ചിന്തിച്ച് മാത്രമായിരിക്കുന്നത്.
ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. അത്രയുമേ ഉള്ളൂ. ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, ഇത് ഭൂതകാലം മാത്രമല്ല, വർത്തമാനത്തിലും ഞാൻ എൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടിയവനാ. ഭൂതകാലം മാത്രമല്ല, അത് മാത്രമല്ല, ഭാവിയിൽ ദൈവം എനിക്ക് രക്ഷ വെച്ചിട്ടുണ്ടെന്ന് ആ ഉറപ്പൂടെ വേണം. ഭൂതകാലം മാത്രമല്ല, വർത്തമാനത്തിൽ ഭയത്തോടും വിരയലുമായി ഞാൻ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടിയവനാ. എനിക്ക് ഈ ശരീരത്തിൽ നിന്ന് ദൈവം ആ രക്ഷ നൽകും. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം എനിക്ക് കിട്ടുമെന്ന് ആ പ്രത്യാശയുണ്ടോ? ശരീരത്തിൽ ഡയബറ്റിക്സ് ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, വേറെ അസുഖങ്ങളുണ്ട്, ക്യാൻസർ ആയിക്കോട്ടെ. ഈ പ്രത്യാശയുള്ളവന് എനിക്ക് തേജസ്സുള്ള ശരീരം വരാൻ ദിവസത്തിൽ കിട്ടാൻ പോകുന്നു, ആ ഒരു ഉറപ്പ് എനിക്കുണ്ടെന്ന്. ആ ഉറപ്പുള്ള വ്യക്തിക്ക് ഇതിൽ ക്യാൻസർ വന്നോട്ടെ ഒരു വിഷയമല്ലല്ലോ, ഡയബറ്റിക്സ് ഒരു വിഷയമല്ലല്ലോ. ആ പ്രത്യാശ ഇല്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ ഇതൊരു വലിയ വിഷയമാ, വലിയ വിഷയം. ഇന്ന് എത്ര പേരുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. ഈ വിഷയങ്ങൾ അവരെ ഭരിക്കുന്നത്, അവരുടെ നടപ്പിലും ചിന്തയിലും എല്ലാത്തിലും ഇതാ വിഷയം. എനിക്ക് ഒരു പുതിയ ശരീരം കർത്താവ് ഈ ദിവസങ്ങളിൽ തരാൻ പോകുന്നു. ഈ ഒരു രക്ഷയുടെ ശിരസ് ഞാൻ ഒന്ന് ധരിച്ചാൽ സാത്താൻ എന്നെ നിരാശപ്പെടുത്താൻ വേണ്ടി എത്ര തീ അമ്പുകൾ അയക്കുന്നുണ്ട്, അതെന്നെ ഒട്ടും ബാധിക്കത്തില്ലെന്നേ, ഒട്ടും ബാധിക്കത്തില്ല. ഇന്ന് രാവിലെ നമ്മൾ വചനം കേൾക്കുമ്പോൾ തന്നെ വചനം സ്വീകരിച്ചാൽ എൻ്റെ എത്ര ഭാരങ്ങൾ ഇന്ന് രാവിലെ, നാളെ അല്ല, ഉച്ചയ്ക്കല്ല, ഇന്ന് രാവിലെ എനിക്ക് വിടുതൽ കിട്ടുന്നേ. എൻ്റെ ഈ ശരീരം ഓരോ ദിവസം ക്ഷീണിക്കുക, പക്ഷെ ഞാൻ പ്രത്യാശയുള്ളവനാ. ഞാൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്. ആരെങ്കിലും മരിച്ചാൽ അവരുടെ കിഡ്നി എനിക്ക് കിട്ടും, ഞാൻ വെയിറ്റ് ലിസ്റ്റഡ് ആ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ആശയിൽ ഇരിക്കുന്നവനല്ല. എനിക്കൊരു പുതിയ ആത്മീയ ശരീരം ദൈവം തരാൻ പോകുന്നു. ഇതൊരു ആശയല്ല, ഇതൊരു പ്രത്യാശ. എങ്ങനെ? എൻ്റെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാ. അതൊരു ചിന്തയല്ല, ഇതൊരു ആഗ്രഹമല്ല, ഇതൊരു ഉറപ്പാ. ഇതൊരു ഉറപ്പാ. ഈ ഒരു പ്രാഗൽഭ്യം എനിക്കുണ്ടെന്നേ. സോ ദൈവം എന്നെ പാപത്തിന്ന് വിടുവിച്ചു. അത് നടന്ന സംഭവം. ആ രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിക്കുമ്പോൾ, ഈ ശിരസ് ഞാൻ ധരിച്ചിരിക്കുമ്പോൾ, എൻ്റെ ദൈനിക ജീവിതത്തിൽ ഞാൻ എത്ര പ്രത്യാശയുള്ളവനായിട്ടാണ് ഞാൻ എൻ്റെ ഓട്ടം ഓടേണ്ടിയത്. എത്ര പ്രത്യാശയുള്ളവനായിട്ട് ഓട്ടം ഓടേണ്ടിയത്. എനിക്ക് എന്താ ഈ തടസ്സങ്ങൾ വന്നത്? എൻ്റെ ഓട്ടത്തിന് എങ്ങനെ ഈ ക്ഷീണം വന്നു? മറ്റോർ പറയുന്ന ആ കാര്യം അത് എന്നെ എങ്ങനെ ബാധിച്ചു എന്നേ. അതിനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പിതാക്കന്മാർക്ക് കൂടുതൽ പഠിത്തമില്ലായിരുന്നു, അവർക്ക് കാലെ ചെരുപ്പുമില്ലായിരുന്നു. പക്ഷെ അവർ കത്രുമേശയിൽ പങ്കെടുത്തപ്പം അതൊരു ചടങ്ങല്ലായിരുന്നു, അതൊരു ആരാധനയുടെ ഭാഗമായിരുന്നു. ആ കത്രുമേശയുടെ ശുശ്രൂഷകൾ എത്ര അനുഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ശരീരം. ഇന്ന് എങ്ങാണ്ട് ഒരു ചിന്ത വന്നിട്ടുണ്ട്, നമ്മൾ പാത്രം ഷെയർ ചെയ്താൽ അസുഖം പിടിക്കുന്നേ. ആ ശുശ്രൂഷയ്ക്ക് എത്ര ക്ഷീണം വന്നു ഒന്ന് ചിന്തിച്ചു നോക്കി.
എങ്ങാണ്ടൂന്ന് ഒരു ചിന്ത കയറി വന്നു, നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തെ വരെ അത് ബാധിച്ചു. ഈ ചിന്ത കൊണ്ടുവന്നത് പ്രത്യാശയില്ലാത്ത ഒരു വ്യക്തിയാ. ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തി സഭയിൽ ഒരു ചിന്ത കൊണ്ടുവന്നു, നമുക്കിങ്ങനെ പാത്രത്തിൽ നിന്ന് കുടിച്ചാൽ ചിലപ്പോൾ അസുഖം പിടിക്കും. അത് നമ്മുടെ ചിന്തയെ ബാധിക്കാൻ തുടങ്ങി. നമ്മളും പറഞ്ഞു ശരിയാന്നേ, ചിലപ്പോൾ അസുഖം പിടിക്കുന്നേ. പക്ഷെ വചനത്തിൽ പറയുന്ന ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തില്ലെങ്കിൽ എന്റെ പുറത്ത് ന്യായവിധി വരും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. മറ്റൊരു പറയുന്ന കാര്യങ്ങൾ പ്രത്യാശയുള്ള എന്നെ എങ്ങനെ ബാധിക്കുന്നെന്ന് ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട്. ഇന്ന് വിശ്വാസഗോളത്തിൽ വിശ്വാസികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വിശ്വാസികൾ തന്നെയാണോ ആ സംസാരം എന്തോ വെളിപ്പെടുത്തുന്നത്? പ്രത്യാശയുള്ളവരാണോ? ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് അത്. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഡോക്ടേഴ്സ് അതാ പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഡോക്ടറിന് ജ്ഞാനം കൊടുക്കട്ടെ. ഈ പ്രത്യാശയുള്ളവന്റെ പ്രാർത്ഥനയാണോ ഇത്? അപ്പച്ചന്മാരുടെ സമയത്ത് പാമ്പ് കടിച്ചാലും യേശുവിന്റെ നാമത്തിൽ ആ വിഷം ഇറങ്ങണോന്ന് പറഞ്ഞാൽ ആ വിഷം ഇറങ്ങുമായിരുന്നു. അവർ കൂടുതൽ ചിന്തിക്കാൻ പോകത്തില്ല. അവരുടെ കയ്യിൽ ഈ വചനമുണ്ട്. ഈ വചനം മുഖാന്തരം വിശ്വാസം അവരിൽ ആരംഭിച്ചു. ആ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ആ പ്രത്യാശയുള്ളവരായിരുന്നു. അവർ ഒരു രോഗിയെ കാണാൻ വരുമ്പോൾ ആ രോഗി എഴുന്നേറ്റ് ഇരിക്കുമായിരുന്നു. ആ പ്രത്യാശയുള്ള അപ്പച്ചന്മാരാ എഴുതി നമുക്ക് ഈ പാട്ടുകൾ തന്നത്. തമ്പേരടിച്ചു കുലുക്കി ചാടേണ്ടി അന്നേരത്തെ കാലത്ത് പാസ്റ്റർമാർ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ നമുക്ക് എഴുന്നേറ്റ് ഒരു മണിക്കൂർ ഇരുന്ന് ഒന്ന് ഡാൻസ് ചെയ്യാമെന്നോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആത്മാവിൽ അവർ തുള്ളുമായിരുന്നു. ആരാധനയുടെ ഇടയ്ക്ക് അവർ സഭാ ഹാളിൽ നിന്ന് വെളിയിലിറങ്ങി ഓടുമായിരുന്നു. കാരണം ഈ ശരീരത്തിന് ആത്മാവിന്റെ ബലം താങ്ങാൻ കഴിയത്തില്ലായിരുന്നു. നമ്മുടെ അപ്പച്ചന്മാരുടെ കാലമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സൈപ്പിന്റെ വിഷയമല്ല പറയുന്നത്. പ്രത്യാശയുള്ളവരായിരുന്നു. അവർ തമ്മിൽ കാണുമ്പോൾ, ഒരു ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ പോകുമ്പോൾ എത്ര സന്തോഷത്തോടെയാ പോയത്. ആ പ്രത്യാശ എങ്ങനെ? അന്നേരം പ്രോസ്പെരിറ്റി ഗോസ്പൽ ആർക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നല്ലോ. ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ അവർ ഈ വിശ്വാസത്തിന് വേണ്ടി വന്നത്. ഈ കർത്താവ് എന്നെ ഇത്ര സ്നേഹിക്കുന്നു, എനിക്ക് ഈ കർത്താവിനെ ഒന്ന് കണ്ടാ മതി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഞങ്ങളുടെ വലിയപ്പച്ചൻ 94 പ്രായമായി. എന്നാലും മരത്തെ കയറുമായിരുന്നു. പക്ഷേ അപ്പച്ചൻ്റെ കാലയിലൊക്കെ സ്വെല്ലിങ് വന്നു. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച കാലയിലൊക്കെ ഇത്രയും സ്വെല്ലിങ്സ് ഉണ്ടല്ലോ. അന്നേരം അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞു, കണ്ടോടാ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി രഥം വന്നു കഴിഞ്ഞു. ഇതായിരുന്നു പ്രത്യാശയുള്ളവരുടെ സംസാരം. പ്രത്യാശയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാമായിരുന്നു. ദൈവം മുറിയിലുണ്ട്, സ്വർഗത്തിലല്ല, ഇവിടെ ദൈവം ഉണ്ടെന്നേ. ആ പ്രത്യാശ നമുക്കുമേൽ വേണ്ടായോ? അല്ലെങ്കിൽ ഈ ലോകം നമ്മളെ തകർക്കുന്നേ. നമുക്ക് അവരുടെ ഒരു കാര്യം കേൾക്കണ്ടായെങ്കിൽ അവരെപ്പോഴും നമ്മളോട് അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് എത്ര വിശ്വാസികളുണ്ട്, അവർ വെളിയിൽ നിന്ന് കാണുമ്പോൾ വിശ്വാസി, സ്തോത്രവും പ്രാർത്ഥനയും ഹല്ലേലൂയ എല്ലാം പറയുന്നുണ്ടെങ്കിൽ ആ വാക്കുകളിൽ ആ പ്രത്യാശയില്ല. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഇന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയമായിരിക്കും കൂടുതലായി ധ്യാനിക്കുന്നത്. എൻ്റെ പ്രത്യാശ, ഞാൻ ഈ ലോകം ആശിക്കുന്ന പോലെ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള ഹോപ്പാണോ? ഞാൻ പിന്നെയും പറയുന്ന ആ ഉദാഹരണം, MBBS പാസ്സാകും, എനിക്ക് ആശയമുണ്ട്. അതൊരാഗ്രഹമാണ്, ഉറപ്പില്ല. അതുപോലാണോ ഞാനും ഇന്ന് ഈ പുതിയ പകൽ ദൈവം തന്നിരിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിലെ ആശയമുള്ളവനാണോ അതോ പ്രത്യാശയുള്ളവനാണോ?
എൻ്റെ കർത്താവ് വേഗം വരുന്നു. എൻ്റെ കർത്താവ് വേഗം വരുന്നു. ഇനി കൂടുതൽ താമസം ഇല്ല. ലോകത്തിൻ്റെ അടയാളങ്ങൾ സ്പഷ്ടമായി കാണിക്കുന്നുണ്ട്. ഇനി കൂടുതൽ താമസം ഇല്ല. ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് അല്ല, അവർ ഉപയോഗിച്ച ആ വാക്ക് മാരാനാഥ. തമ്മിൽ കാണുമ്പോഴും വേർപെടുമ്പോഴും പ്രത്യാശയുടെ വാക്കായിരുന്നു, നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഇന്ന് മറ്റവരുടെ വിഷയം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ വിഷയം, എനിക്കും ഈ പ്രത്യാശ വേണം. ഈ പ്രത്യാശ പ്രസംഗം കേട്ട കാര്യം നടക്കത്തില്ല. ദൈവത്തിൻ്റെ ശുദ്ധമായ വചനം ഞാൻ ഏറ്റെടുത്താൽ ഈ വചനത്തിലെല്ലാം ഉണ്ട്. ഞാൻ ഈ വചനം കേട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ വചനം എന്നെ ബലപ്പെടുത്തുന്നില്ല. എനിക്ക് അറിവ് കിട്ടി, എനിക്ക് ഒത്തിരി അറിവുണ്ട്. പക്ഷെ ആത്മീയമായിട്ട് എനിക്ക് ആ ബലമില്ല. നമ്മുടെ മക്കളുടെ ഈ സമയം നമ്മുടെ സമയം പോലല്ല. ലൈഫ് ഇന്ന് ഒത്തിരി ചാലഞ്ചിങ് ആയി. ഇന്ന് ഒത്തിരി സ്ട്രെസ് ഉണ്ട്. നമുക്ക് കാണാമല്ലോ, വിശ്രമമില്ലാതെ എങ്ങനെ ഇവർ ജോലി ചെയ്ത് ഓരോ കാര്യങ്ങൾ. നമ്മൾ ദൈവത്തിൻ്റെ ഇത്ര നന്മ അനുഭവിച്ച നമ്മളില്ലയോ നമ്മുടെ തലമുറയെ പ്രത്യാശയുള്ളവരാക്കി തീർക്കേണ്ടത്. ഭാരപ്പെടണ്ട. നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഈ രക്ഷ ദാനമായി തന്നു. ഒന്ന് ജസ്റ്റ് അവിടെ നിന്നൊന്ന് ചിന്തിച്ചേ. ജാതികൾ ഈ രക്ഷയ്ക്ക് വേണ്ടി എത്ര ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് രക്ഷാബന്ധന നോർത്ത് ഇന്ത്യയിലൊക്കെ സഹോദരന്മാർ സ്വന്തം സഹോദരിമാർക്ക് വേണ്ടി ഒരു നൂൽ കെട്ടും. പക്ഷെ അത്ഭുത വിഷയം, കഴിഞ്ഞ ദിവസം ഇല്ലയോ കൽക്കട്ടയിൽ ഒരു ഡോക്ടർ 31 വയസ്സുള്ള ഡോക്ടറുമായി ആ ആശുപത്രിയിൽ നടന്ന സംഭവം നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ സ്ത്രീകൾ രാത്രി സമയം അവർ ജാഥയിൽ എത്ര പട്ടണങ്ങളിലാണ് അവർ ഇറങ്ങിയത്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ഹോപ്പില്ല, നമുക്കൊരു സുരക്ഷിത്വമില്ല. അങ്ങനെ ഞാൻ ഒരു ദൈവ പൈതൽ, ഞാനും അങ്ങനെ തന്നെ ഭാരപ്പെടുന്നുണ്ട്. ആ രക്ഷയുടെ ആ ശിരസ്, ആ പ്രത്യാശയുടെ ആ ശിരസ് എനിക്കുണ്ടോ? അതോ ഞാൻ അത് മാറ്റി വെച്ചേക്കുകയാണോ? ഇന്ന് ആ രക്ഷയുടെ ആ ശിരസ് ഒന്ന് ധരിച്ചാൽ തന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്ര വ്യത്യാസം വരും. എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ ആശ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് വരുന്ന് നമുക്ക് ആ പ്രത്യാശയുണ്ടോ? എൻ്റെ കർത്താവ് വേഗം വരാറായി. നമ്മൾ അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നത്, കൊതിക്കുന്നത്. ഇനി കൂടുതൽ താമസമില്ല. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 24:15 ഒന്ന് വായിക്കാം. ആക്ട്സ് 24:15. അപ്പോസ്തല പ്രവൃത്തി 24:15 ഒന്ന് വായിക്കാം. നീതിമാന്മാരുടെ നീതികെട്ടവരുടെ പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വെച്ചിരിക്കുന്നു. And we hope toward God, which they themselves also allow, that there shall be a resurrection of the dead, both of the just and the unjust. ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്ന് ആ ഒരു ആശ വെച്ചോണ്ടില്ലയോ നമ്മൾ സാധാരണയായി നമ്മുടെ മരിച്ചവരെ ദഹിപ്പിക്കാതെ അവരെ കുഴിച്ചിടുന്നത്. ആ കുഴിച്ചിടുന്ന ആ ശുശ്രൂഷ തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് ഒരു ഉയർത്തെഴുന്നേപ്പുണ്ടെന്ന്. ഈ ഉയർത്തെഴുന്നേപ്പിൽ ആശിക്കുന്ന ആ പ്രത്യാശയുള്ളവൻ ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർ മാറുമ്പോൾ നമുക്കും വേദനയുണ്ട്. പക്ഷെ ലോകത്തെ പോലെ നമുക്ക് ദുഃഖിക്കാൻ ആ ദുഃഖമില്ലല്ലോ. ഞങ്ങളോട് ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാ കുഴിച്ചിടുന്നത്? ഞങ്ങൾ ദഹിപ്പിക്കുമ്പോൾ സഹോദര സഹോദരി പ്രത്യാശയുള്ളവരാ ഞങ്ങൾ പിന്നെയും കാണുന്നേ. നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. വചനം ഈ വരുന്ന ദിവസങ്ങൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കും. പക്ഷെ അതിൻ്റെ മുമ്പേ കേൾക്കുന്ന വചനം ഇത് ജസ്റ്റ് കേട്ട മാത്രം പോരാ.
എൻ്റെ അകത്ത് എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ വിളി മുഖാന്തരം ഉണ്ടാകുന്ന ആ പ്രത്യാശ, ദൈവം നമ്മളെ ഇന്ന് കാണുമ്പോൾ എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നടപ്പ്, എൻ്റെ ചിന്ത, അതിൽ ആ പ്രത്യാശയുള്ളവനാണോ? ഈ ഭൂമിയിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം മാറ്റും, അത് വെച്ചോണ്ടാണോ നടക്കുന്നത്? അതോ ഈ പ്രശ്നങ്ങൾ എൻ്റെ അകത്ത് പ്രത്യാശ ഉളവാക്കുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ എത്ര പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലും പിന്നെയും പ്രശ്നങ്ങൾ വരുന്നേ. നമുക്ക് എത്ര ദൈവം സൗഖ്യം തന്നാലും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതാ. പക്ഷെ ഈ ശരീരം ക്ഷീണിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു പുതിയ ശരീരം തരാൻ പോകുന്നു. എൻ്റെ കർത്താവ്, ഒന്ന് ചിന്തിച്ചേ, ധ്യാനിക്കേണ്ട വിഷയങ്ങളാ, വാക്കുകളില്ല അത് വിവരിക്കുവാൻ. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഈ വചനമുണ്ട്, പക്ഷെ നമ്മുടെ കർത്താവ് മരിച്ചവരിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി ഇന്ന് എന്തുവായിരുന്നേനെ? ഒന്ന് ചിന്തിച്ചേ. കർത്താവ് നല്ല ഉപദേശങ്ങൾ തന്നു. മറ്റവരുടെ കാര്യം അങ്ങനെ ഇല്ലയോ? അവർക്ക് ഒരു പുസ്തകമല്ല, അവർക്ക് എത്ര പുസ്തകങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ധൈര്യത്തോടെ പറയാൻ കഴിയുന്നില്ല അവരുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന്. നമുക്ക് ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നുണ്ടല്ലോ, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാ. മറ്റവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ആ ഉയർത്തെഴുന്നേപ്പ് നമ്മളൊന്ന് ധ്യാനിച്ചാൽ നമ്മളെ എത്ര ബലപ്പെടുത്തുന്നേ. മരണത്തിന്റെ പുറത്ത് ജയം പ്രാപിച്ചവനാ എൻ്റെ കർത്താവ്. വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വേഗം വരുന്നു, ലോക അന്ത്യം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആ ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൽ ദാനിയേലിന്റെ പ്രവചനം, നമ്മൾ അതെല്ലാം വെച്ച് നമുക്ക് എല്ലാവർക്കും വികാരം അറിയാം എന്തൊക്കെയാ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്കതെല്ലാം കാണാം എന്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യാശയുള്ളവനാണോ? ഇന്നത്തെ നമ്മൾ ജനറലി നമ്മൾ കാണുന്നത്, ഞാൻ അത്ഭുതപ്പെട്ടു കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പം. ഇന്ന് ഒത്തിരി പേർ അറിയുന്ന പ്രാസംഗികന്മാർ തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് എന്താ പ്രസംഗിക്കാത്തത്? നമ്മുടെ പെന്തിക്കോസ് പാസ്റ്റർമാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവർ വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ പ്രത്യാശയെക്കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച് സഭയെ ഒരുക്കുന്നില്ല. കാരണം അവർക്ക് തന്നെ സംശയം വന്നു കഴിഞ്ഞേക്കുക. സഭ മഹാ ഉപദ്രവ കാലത്തിന്റെ ഇടയ്ക്കൂടെ പോകുന്ന ചിലർ പറയുന്നത് പെന്തിക്കോസ് പാസ്റ്റർമാരുടെ വിഷയമാ. അവർ പറയുന്നത് നമുക്ക് ഉറപ്പോട് പറയാൻ കഴിയത്തില്ല, മഹാ ഉപദ്രവ കാലത്തിന്റെ മുമ്പേ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നേ. അതാ ഇന്നത്തെ നല്ല വചനം പ്രസംഗിക്കുന്നവരുടെ ചിന്താഗതി. അതുകൊണ്ട് ആ സഭയെ അവർ ഒരുക്കുന്നില്ല. നമ്മൾ ഇന്ന് രാവിലെ വന്നിരുന്ന് വചനം ധ്യാനിക്കുന്നത് ഒറ്റയൊരു ലക്ഷ്യമേ ഉള്ളൂ, മണവാളൻ വരാറായി, മണവാളൻ വാതുക്കെ എത്തിയെന്നേ. മണവാട്ടി ഇനി ജോലിയും മറ്റവരുടെ കാര്യം ഭാരപ്പെടണ്ട, നമ്മുടെ മണവാളനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങേണ്ടതാ. അതിനാ നമ്മൾ ഈ രാവിലത്തെ സൂം സെഷൻസും പ്രാർത്ഥനയും വചന ധ്യാനം എല്ലാം. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുന്നില്ലെങ്കിൽ, ആ ഒരുക്കം എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ട് പ്രയോജനം എന്താ? നമ്മൾ ഇന്ന് രാവിലെ ഇപ്പം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മെയിൻ ഇന്ന് എടുത്ത വിഷയം, ലോകത്തിന് ആശയമുണ്ട്, ഞാനോ പ്രത്യാശയുള്ളവനാണ്. ആ പാഠപുസ്തകം തുറന്നേ, അതിലെഴുതിയേക്കുന്ന ഓരോ പാട്ടുകൾ, പ്രത്യാശയുള്ളവർ എഴുതിയ പാട്ട്. നമുക്ക് തമ്പേരടിക്കുന്ന ആ സഹോദരനോ സഹോദരിയുടെ ആവശ്യം വേണ്ട. ആ പാട്ടിൽ തന്നെ ആ വാക്കുകൾ, ആ പ്രത്യാശ. നമ്മുടെ കണ്ണുകൾ ഒന്ന് അടയ്ക്കാം, നമുക്ക് കേട്ട വചനം ഒന്ന് ധ്യാനിക്കാം. ആ പ്രത്യാശയുടെ ആ ശിരസ്
ദൈവം എനിക്ക് രക്ഷ തന്നു. അത് ഭൂതകാലം മാത്രമല്ല, ഇന്നും ഭയത്തോട് ഞാൻ എൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടതാ. എനിക്കൊരു രക്ഷ ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശരീരം, ഈ നശിക്കുന്ന, ഈ ക്ഷയിക്കുന്ന ഈ ശരീരം വരാൻ ദിവസത്തിൽ തേജസ്കരിക്കാൻ പോകുന്നു. എൻ്റെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാ. ഇതൊരു ചിന്തയോ കഥയല്ല, യാഥാർത്ഥ്യമാ. മരണത്തിന്റെ പുറത്ത് എൻ്റെ കർത്താവ് ജയിച്ചവനാ. ഞാൻ മരണത്തിനു വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. നമ്മൾ മരണത്തിനു വേണ്ടിയല്ല, നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്, നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ രാവിലെ നമുക്ക് പിന്നെയും കാണാം. ലോകത്തിന് ഇത് മനസ്സിലാകുന്നില്ല, കാരണം അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. കൃപയാൽ ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നുകൊണ്ട് എത്ര വലിയ പ്രത്യാശയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് ഇവിടെ ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയാ നമ്മൾ ആനന്ദിക്കുന്നത്? ഈ ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും ഇതിൻ്റെ ഇടയ്ക്കില്ലയോ നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ സന്തോഷം അനുഭവിക്കേണ്ടത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ദൈവദാസന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തിന് സ്തോത്രം.